എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷം ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷം ഞാൻ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അങ്ങനെ രേവതിയോടുള്ള ദേഷ്യം മൂത്ത സച്ചി രേവതിയെ തല്ലാനൊക്കെ തുടങ്ങുന്നുണ്ട്. അതിനുശേഷം അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വന്നേ. ലക്ഷ്മിയമ്മയ്ക്കാണ് വല്ലാത്ത സങ്കടമായിരുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ. അങ്ങനെ തകർന്ന മനസ്സോടു കൂടിയാണ് ലക്ഷ്മിയമ്മയും ദേവും കൂടെ വീട്ടിലേക്ക് തിരികെ വരുന്നത്. വന്നു കഴിഞ്ഞപ്പോ ലക്ഷ്മിയമ്മ ആദ്യം കൃഷ്ണേട്ടന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി എന്നിട്ട് കരഞ്ഞു പറയാം, എന്തിനാ കൃഷ്ണേട്ട ഇങ്ങനെ ഒരു ജീവിതം എന്റെ മോൾക്ക് വേണ്ടായിരുന്നു. ഇപ്പോഴോർക്ക അവളെ കല്യാണം കഴിപ്പിച്ച് വിടണ്ടായിരുന്നു. പാവം എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയാം അവൾക്ക്. അവള് പക്ഷെ ആരോടും ഒന്നും പറയാതെ എല്ലാം സഹിച്ചു നിൽക്കുക. അങ്ങനെ ലക്ഷ്മിയമ്മ ആ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയിന്ന് കരയുന്ന കണ്ടപ്പോ ദേവു ഒന്ന് വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മേ, എന്താ കാര്യം? അമ്മ എന്തിനാ കരയണേ? അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല മോളെ. അമ്മ സങ്കടപ്പെട്ട് വല്ല കാര്യമുണ്ടോ? ജയപതി ചേച്ചിയുടെ കാര്യം ഓർത്തിട്ട് അമ്മ സങ്കടപ്പെടുമൊന്നും വേണ്ട, എല്ലാം ശരിയാവും. എല്ലാം ശരിയാവും ഓർത്ത് തന്നെ ഞാൻ ഓരോ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. പക്ഷെങ്കില് ഓരോ ദിവസം ചെല്ലുന്തോറും പ്രശ്നം രൂക്ഷമാകുന്നല്ലാതെ രേവതിക്ക് ഒരു സമാധാനമായിട്ടൊരു ജീവിതം കിട്ടുന്നില്ല മോളെ എന്ന് പറയണേ. ഈ സമയത്ത് ശരത്തൂടെ അങ്ങോട്ട് വന്നു. ശരത്ത് വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മ എന്തിനാ കരയണേ? കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. പിന്നെ രേവതിയുടെ വീട്ടിൽ പോയ കാര്യം, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ദേവു പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ശരത്ത് പറഞ്ഞു, അല്ലെങ്കിലും അതെ, അവിടുത്തെ ആ ചന്ദ്രമതി എന്ന് പറയുന്നുണ്ടല്ലോ, അവരെനിക്ക് കണ്ണെടുത്താൽ കാണത്തില്ല. അവരൊക്കെ എന്തേലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും, അതായിരിക്കും സച്ചേട്ടൻ ഇങ്ങനെ പെരുമാറുന്നേ. പെട്ടെന്ന് ദേവ് പറഞ്ഞേ, അങ്ങനെയൊന്നും അല്ല, സച്ചേട്ടൻ അവരൊന്നും പറഞ്ഞ അനുസരിക്കുന്ന ആളല്ല. ആ ഗജാനന്ദൻ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായേക്കുന്നേ. ഈ സമയം ചന്ദ്രമതി അല്ല ലക്ഷ്മിയമ്മ പറഞ്ഞു, ശരിയാണ്, അവൻ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായേക്കുന്നത്. അന്ന് അവര് വിരുന്നിന് വന്ന സമയത്ത് അവൻ കയറി വന്നോണ്ടാ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അതുകൊണ്ടാണ് സച്ചി അവനുമായിട്ട് വഴക്കുണ്ടാക്കിയത്. പിന്നെ ഇപ്പം സച്ചിയുടെ കാരണത്ത് അവൻ കഞ്ചാവ് വെക്കാൻ എല്ലാം കാരണക്കാരൻ അവൻ ഒറ്റയെടുത്താൻ കാരണം എന്റെ മോളുടെ ജീവിതം തറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടപ്പോ ശരത്ത് പറഞ്ഞു, അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട്, എന്റെ കൈ കെട്ടട്ടെ, അവനിട്ട് ഞാൻ 2 കൊടുത്തിട്ടുള്ളെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോകാൻ തുടങ്ങുമ്പത്തിന് പെട്ടെന്ന് ലക്ഷ്മിയമ്മ പോയി കയ്യിലേക്ക് പിടിച്ചു. നീ എങ്ങോട്ടാ മോനെ പോണേന്ന് ചോദിക്കാം. അല്ല, അവനെനിക്കൊന്ന് കാണണമെന്ന് പറയാം. ദേ, ഒന്നാമത്തെ കാര്യം, മനുഷ്യനോട് ഒരു സമാധാനം ഇല്ലാതിരിക്കുക. അതിന്റെ കൂടെ നീയും കൂടെ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാടാ അമ്മ സമാധാനത്തോടെ ഇരിക്കുന്നേ? ഈ സമയം ദേവ് പറഞ്ഞു, എനിക്ക് നല്ല ദേഷ്യം വന്നാ സച്ചേട്ടൻ രേവതി ചേച്ചിനെ അടിക്കാനായിട്ട് കൈ പൊക്കി കഴിഞ്ഞപ്പോഴത്തേനും ദേ അമ്മ ഒന്നും മിണ്ടായിരുന്നോണ്ടാ, അല്ലെങ്കിൽ ഞാൻ എനിക്ക് എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഞാൻ വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞേനെന്ന് പറയാം. വേണ്ട മോളെ, അതിന്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ലെന്ന് പറയണം. ഇനിയാട്ടെ, ഇനി എപ്പോഴും രേവതി ചേച്ചിന് ഇങ്ങനെ വഴക്ക് പറയുന്ന എന്റെ കൺകീഴ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ വെറുതെ ഇരിക്കത്തില്ല, ഞാൻ ഉറപ്പായിട്ടും തിരികെ പറയും, ഞാൻ വേറൊന്നും നോക്കില്ല എന്ന് പറയണം. ഈ സമയം ശരത്ത് പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും സച്ചേട്ടൻ പാവാന്ന് പറയണം. അതെന്താടാ അങ്ങനെ പറഞ്ഞേ? അല്ല, എനിക്കന്ന് ടൂർ പോകാനായിട്ടൊക്കെ സച്ചേട്ടൻ പൈസ തന്നില്ലേ? ഓ, നിനക്ക് ടൂർ പോകാൻ പൈസ തന്നോണ്ട് നിനക്ക് നിന്റെ സച്ചേട്ടൻ വലുതല്ലേന്ന് ചോദിക്കുക. അല്ല, ഒരു കാര്യം നീ ഓർത്തേക്കേ ദേവു, എനിക്ക് ടൂർ പോകാനായിട്ട് സച്ചേട്ടന്റെ പൈസ തരേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ മനസ്സിന്റെ നന്മ കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്തേ. പിന്നെ ആണോന്ന്. പക്ഷെ ഇങ്ങനെ എങ്ങനെ ആയെന്ന് എനിക്ക് അറിയത്തില്ലാത്ത. മുമ്പൊക്കെ സച്ചേട്ടന് കുറച്ചുകൂടെ നല്ല രീതിയിലായിരുന്നല്ലോ ചേച്ചിയോട് പെരുമാറിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ലോ അമ്മയെന്ന് പറയാം. ശരിയാ, ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ രേവതിക്ക് നല്ല സന്തോഷമായിരുന്നു. ആ കല്യാണത്തിന് വന്നു കഴിഞ്ഞപ്പം രേവതിക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പം സച്ചി രേവതിനെ ചേർത്ത് പിടിച്ച് കൂടെ നിൽക്കുകയല്ലേ ഇതേ. പിന്നെ പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ലാതെ. ഇതേട്ട ദേവ് പറഞ്ഞു, 2 സ്വഭാവമാണെന്ന് തോന്നേ. ചില സമയത്ത് ഒരു സ്വഭാവം, ചില സമയത്ത് വേറൊരു സ്വഭാവം. എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാം. ലക്ഷ്മിയൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും എന്റെ മോൾക്കൊരു നല്ല ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു. എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം കഴിയണമെന്ന് കൃഷ്ണേട്ടൻ ആഗ്രഹിച്ചിരുന്ന. കല്യാണം കഴിഞ്ഞിട്ടോ അത് ഈ വിധമായിപ്പോയി. ഒരു കണക്കിന് കൃഷ്ണേട്ടൻ മരിച്ചുപോയ നന്നായി. ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തേനം? ഇങ്ങനെയൊക്കെ വന്ന് രേവതിയുടെ ജീവിതം ഇങ്ങനെയായി തീർന്ന ഒരിക്കലും സഹിക്കാൻ പോലും പറ്റില്ല. അതിനു വേണ്ടിയിട്ട് എന്ത് വേണം ചെയ്യാൻ കൃഷ്ണേട്ടൻ തയ്യാറാകും. അല്ലെങ്കിൽ തന്നെ കൃഷ്ണേട്ടൻ ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, രേവതി മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടണം. ബാക്കി ആരുടെ കാര്യത്തില് ഇത്രമാത്രം ടെൻഷൻ ഇല്ലായിരുന്നു. അവള് ഇത്രയും കാലം കഷ്ടപ്പെട്ടതാ, ഇനി അവൾക്ക് ഒരിക്കലും ഒരു കഷ്ടപ്പാടുണ്ടാവില്ല. വിവാഹം കഴിച്ചു വിട്ടാൽ നല്ല രീതിയിൽ ജീവിക്കണമെന്നാ. ഒരു പക്ഷെങ്കില് നിങ്ങളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം കരഞ്ഞേരം. ഒരു കണക്കിന് ഭാഗ്യം ചെയ്യുന്നതാ കൃഷ്ണേട്ടൻ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ എന്ന് പറയാം. അമ്മ കരയാതിരിക്കുക, സങ്കടപ്പെടാതിരിക്കുക, എല്ലാം ശരിയാകുമെന്നും പറഞ്ഞുകൊണ്ട് ശരത്തും ദേവും ലക്ഷ്മിയമ്മനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഇന്റർവ്യൂവിന് ചെല്ലുവാണ് സുധി. അപ്പൊ സുധിക്ക് ഒരു കാർ ഷോറൂമില് ഒരു ഇന്റർവ്യൂ ഒക്കെ ശരിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ശ്രുതി. അങ്ങനെ മനസ്സോടെയാണ് സുധി അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ ബാഗൊക്കെ തൂക്കി ഭയങ്കര ഇൻസേർട്ടൊക്കെ ചെയ്ത് അങ്ങ് ചെല്ലുന്ന കണ്ടപ്പോ കാർ ഷോമിൽ നിന്ന് ഒരാൾ ചോദിച്ചു,
അല്ല എന്താ സാർ എന്താ വേണ്ടെന്ന് ചോദിക്കണം. അല്ല ഇവിടുത്തെ മാനേജറെ കാണാമെന്നാന്ന് പറയണം. ഈ സമയത്ത് കുറെ വണ്ടി ഷോറൂം അല്ലേ, അപ്പൊ വണ്ടി നോക്കാനൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ വണ്ടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ സുധി ശ്രദ്ധിക്കുകയും ചെയ്തു. പെട്ടെന്ന് അയാൾ ചോദിച്ചു, മാനേജറെ കാണാനാണോ? എന്റെ സാർ വല്ല ബിസിനസ് മീറ്റിംഗ് ആണോന്ന് ചോദിക്കണം. അല്ലല്ല, ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിന്. ഓ ഇന്റർവ്യൂവിനാണോ? അപ്പൊ അയാൾ അടിപൊളിയൊന്ന് നോക്കി. ഓ ഇന്റർവ്യൂവിന് വന്ന് ഇത്ര ഗെറ്റപ്പിലോ? ഇയാൾ ഏതാണ്ട് VIP മോഡലാണോ വന്നിരിക്കുന്നത് എന്നൊരു രീതിയിലായിരുന്നു. ശരി ശരി, ഞാനിപ്പോ പോയി പറയാന്ന് പറയണം. എന്നിട്ട് അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ സുധി നേരെ MD യുടെ ക്യാബിനിലേക്ക് കയറി ചെല്ലുവാണ്. ക്യാബിനിലേക്ക് കയറി ചെന്നപ്പോ MD പറഞ്ഞു, ഇരിക്ക് സുധി എന്ന് പറയണം. അങ്ങനെ സുധി ഇരുന്നു കഴിഞ്ഞപ്പോ സുധി ചുറ്റും ഇങ്ങനെ നോക്കുവാണ്. അപ്പൊ ചോദിച്ചു, എന്താ സുധി എന്താ ഇങ്ങനെ ചുറ്റും നോക്കുന്നത്? അല്ല, ഞാൻ ഇതിനു മുമ്പ് എവിടെ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടെങ്കിലും അവിടെ 3-4 പേര് കാണും ഇന്റർവ്യൂവിന് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട്. ഇവിടെ പക്ഷെ അങ്ങനെയൊന്നും കണ്ടില്ല, അതുകൊണ്ട് നോക്കിയതാന്ന് പറയും. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. എനിക്ക് ഇതിന് മാത്രം വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കാനും ഇല്ലെന്ന് പറയാം. അതെന്താ സാർ അങ്ങനെ പറഞ്ഞു? അല്ല, ഇതൊരു സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ പോസ്റ്റ് അല്ലേ, ഇവിടെ നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിൽ ഒരു കാര്യമില്ല. ജോലി കിട്ടിക്കുമ്പോ അതിനകത്ത് എങ്ങനെ പെർഫോം ചെയ്യുന്നു അതാണ് ഞാൻ ഇവിടെ നോക്കുന്നുള്ളൂ. ഒരു ജോലിയല്ലേ ആവശ്യം, അതിന്റെ ഇന്റർവ്യൂവിന് വേണ്ടി വന്നതല്ലേ, എനിക്ക് അധികം ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് പറയാം. ഈ സമയം സുധി എന്ത് ചെയ്യുവാണ്, തന്റെ ഫയൽ അങ്ങ് നീട്ടി എന്നിട്ട് സ്വയമേ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എന്റെ പേര് സുധി, എനിക്ക് ഇത്ര ഡിഗ്രികളൊക്കെ ഉണ്ട്, അത് മാത്രമല്ല ഞാൻ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു, അതെല്ലാം പറയുവാണ്. ഈ ഫയലിന്റെ കനം ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ അയാൾക്ക് മനസ്സിലായി ഇവന് കുറെ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വിവരമില്ലാന്നാ തോന്നുന്നേ. കാരണം സുധിയുടെ ഈ പൊങ്ങച്ചൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ തന്നെ അയാൾക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. പെട്ടെന്ന് MD പറഞ്ഞു, അതെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഈ ഫയൽ എനിക്ക് കാണുക വേണ്ടെന്ന് പറയാം. അതെന്താ സാർ, ഈ സെയിൽസ് എക്സിക്യൂട്ടീവിന് ഇത്ര വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ആവശ്യമില്ലെന്ന് പറയാണ്. ഈ സമയം സുധി പറഞ്ഞു, അല്ലേലും അതൊക്കെ എനിക്കറിയാം, പക്ഷെ എങ്കിൽ എന്ത് ചെയ്യാനാ സാറ്, എന്റെ അവസ്ഥ ഇതായിപ്പോയി. കുറെ ഡിഗ്രി കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഈ ഡിഗ്രിക്കുള്ള ജോലിയല്ലേ എനിക്ക് വന്നിരിക്കുന്നത്, സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് MD ഒന്ന് നോക്കി. MD പറഞ്ഞു, അതെ വിദ്യാഭ്യാസത്തിലൊന്നും കാര്യമില്ല, ഇപ്പൊ തന്നെ ഞാൻ ഈ MD ചെയറിൽ ഇരിക്കുന്നുണ്ട്, എനിക്കധികം വിദ്യാഭ്യാസമൊന്നും ഇല്ല, പക്ഷെ നമ്മൾ ഓരോ പടിപടിയായിട്ട് ഉയർന്നിട്ടാ ഞാൻ ഇവിടം വരെ എത്തിപ്പെട്ടിരിക്കുന്നത്. ആ സുധിക്ക് അറിയാവുന്ന ചോദിക്കാം. സുധി പറഞ്ഞു, സാറിനപ്പോ പൈസ കാണുമായിരിക്കും. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പൈസയും കൂടെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഉന്നതിയിൽ എത്താൻ പറ്റുള്ളൂ. അതിന്റെ കൂടെ പൈസയും കൂടെ വേണം, എന്തെങ്കിലും നല്ലൊരു MD പോസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ, സാറിനെ പോലെ ഈ കസേര കയറി ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടത് സുധീനെ ഒന്ന് നോക്കി MD. എന്നിട്ട് സുധി എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? ഞാൻ പൈസ കൊടുത്ത് കയറിയിരിക്കുന്ന പോസ്റ്റ് ആയിരിക്കുന്നതോ? ഒരിക്കലും അല്ല. അതെ, ഞാൻ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ആളാ, പക്ഷേങ്കില് ഞാൻ കഷ്ടപ്പെട്ട എവിടം വരെ എത്തിയതാ. ആദ്യം ഒരു മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് തുടങ്ങി, പിന്നെ ഒരു ബൈക്ക് വർക്ക്ഷോപ്പ് തുടങ്ങി, അങ്ങനെ അവിടുന്ന് പടിപടിയായിട്ട് കയറിയിട്ടാ ഇപ്പൊ ഞാൻ ഇവിടെ ഈ കാർ ഷോറൂം തന്നെ തുടങ്ങിയിരിക്കുന്നത്. അത് സുധിക്ക് അറിയാവുന്ന ചോദിക്കുക. അത് നമ്മുടെ കഷ്ടപ്പാട്, അതാണ് നമുക്ക് വലുത്, അല്ല ഒറ്റയടിക്ക് പണക്കാരനാന്ന് നോക്കിയാൽ നടക്കുന്ന കാര്യമല്ലെന്ന് പറയാം. പിന്നീട് ചോദിച്ചു, അല്ല സുധിയുടെ ആഗ്രഹം എന്താ, സുധിക്ക് ഇവിടെ എന്ത് പോസ്റ്റാ സുധി ആഗ്രഹിക്കണമെന്ന് ചോദിക്കാം. സുധി പറഞ്ഞ സെയിൽസ് എക്സിക്യൂട്ടീവ് ഒക്കെ ആ ഇന്റർവ്യൂവിന് തന്നെ വന്നേ, പക്ഷെ എന്റെ ആഗ്രഹം എന്താണെന്നറിയാവോ, എന്റെ കീഴില് കുറെ ആൾക്കാർ വേണം, അവർ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കണം, അവര് എന്റെ കീഴിൽ ജോലി ചെയ്യണം, അങ്ങനെ വലിയ ഉയർന്ന രീതിയിൽ ഞാൻ എത്തിപ്പെടണം, അത് മാത്രമല്ല അവർക്ക് ഞാൻ സാലറി കൊടുക്കണം, അങ്ങനെ എന്റെ കീഴില്. അപ്പൊ പുള്ളിക്കാരന് മനസ്സിലായി സുധി ഉദ്ദേശിക്കുന്ന ഒരു MD പോസ്റ്റ് ആണ്. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ അങ്ങോട്ട് എഴുന്നേറ്റ് പറഞ്ഞു, ഒരു സുധി ഒരു കാര്യം ചെയ്യാം, ഇങ്ങോട്ട് കയറി ഇരുന്നോളാൻ പറയണം. സുധി ഒരു നിമിഷം ഒന്ന് അമ്പരന്നു. കയറി ഇരുന്നോ സുധിക്ക് വേണ്ടത് MD കസാരയാന്ന് മനസ്സിലായി, എന്റെ കസാരയാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇത് മാത്രമേ ഒരു വഴി കാണുന്നുള്ളൂ, സുധി അങ്ങോട്ട് കയറി ഇരിക്കാൻ പറയാം. ഇത് കേട്ട സുധി ഒന്ന് അമ്പരന്നു. പിന്നീട് പെട്ടെന്ന് സുധി പറഞ്ഞു, MD കസാരയോ, കൊള്ളാലോ സാറെന്ന് പറയണം. ഇത് കേട്ട അയാൾക്ക് മനസ്സിലായി അയാളൊരു ജോക്ക് പറഞ്ഞായിരുന്നു, പക്ഷെ സുധി അത് കാര്യമായിട്ട് എടുത്തിരിക്കുക. പിന്നീട് അയാൾ പറഞ്ഞു, സുധി ഞാനൊരു തമാശ പറഞ്ഞാ. സുധിക്കറിയാവോ, നമ്മൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട്, ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിന് വേണ്ടി തന്നെ എത്രയോ ആൾക്കാർ വരുന്നുണ്ടെന്നറിയാവോ, ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം വന്ന ഉടനെ ഈ MD പോസ്റ്റ് തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഈ പോസ്റ്റിൽ എത്തണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ കയറിയിരിക്കാൻ പറ്റത്തില്ല, അതിന് പടിപടിയായിട്ട് ഉയർന്നു വരുവാ വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം സുധി പറ, സാർ അതെ എനിക്ക് MD പോസ്റ്റ് ഒന്നും വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, എനിക്ക് അങ്ങനെ എന്റെ മനസ്സിലെ ആഗ്രഹം ഞാൻ പറഞ്ഞ, എനിക്ക് ആ സെയിൽസ് എക്സിക്യൂട്ടീവ് ജോലി തന്നെ മതി, ഈയുടെ കല്യാണം കഴിഞ്ഞുള്ളൂ, എന്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ഇപ്പൊ ഞാൻ ഇതിന് പോലും വന്നിരിക്കുന്നത്, ഇനി ജോലി ഇല്ലാതെ വീട്ടിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറയാം. അവസാനം അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ നോക്കട്ടെ, സുധിയുടെ സംസാരമൊക്കെ കേട്ടിട്ട് നല്ല വാക്ചാതുര്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ആൾക്കാരെയൊക്കെ പറഞ്ഞ് മയപ്പെടുത്തി എടുക്കാൻ പറ്റുമെന്നാ തോന്നുന്നേ. കാരണം ഇവിടെ നമുക്ക് വേണ്ടത് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. കാരണം വരുന്ന കസ്റ്റമേഴ്സ് അവരെ നമ്മൾ ദൈവത്തെ പോലെ കാണണം. അപ്പൊ അവരോട് സംസാരിക്കുന്ന രീതി അതുപോലെ ആയിരിക്കണം, വരുന്നവർക്ക് തൃപ്തിയാകണം.
അവരെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാർ നോക്കാൻ വരുന്ന ആളാണെങ്കിൽ അവർക്ക് ആ കാർ ഇഷ്ടപ്പെടും. അത് മാത്രമല്ല, നമ്മൾ പറയുന്ന പോലെ ഇരിക്കും അവര് ആ കാറിനെ കുറിച്ചുള്ള അവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ഇമ്പ്രസ് ചെയ്യിക്കണം. എങ്കിൽ മാത്രം അവർ ആ വണ്ടിയൊക്കെ വാങ്ങുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് സുധിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. സുധി കുറച്ച് ദിവസം ജോലി ചെയ്യാൻ നോക്കുക, ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയണം. ശരി, താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞൊരു സുധി അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന സച്ചി നേരെ തന്റെ കാർ കൊടുത്ത വർക്ക്ഷോപ്പിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. വർക്ക്ഷോപ്പിലേക്ക് എന്നിട്ട് അവനോട് ചോദിച്ചു, അല്ല എന്റെ കാർ എന്തിയാടാ, എങ്ങനെയായി? ഇന്നെങ്ങാനും തരാൻ പറ്റുമെന്ന് ചോദിക്കാം. എന്താ സച്ചേട്ടായി പറയണേ? അത് ഒരെണ്ണം ശരിയാകുമ്പോ ഒരെണ്ണം ശരിയാകത്തില്ലെന്ന് പറയാ. നീ എന്താടാ പറയുന്നത്? എന്റെ വണ്ടി എന്തി നോയി കഴിഞ്ഞപ്പോഴത്തേനും അതിന്റെ ബോണറ്റ് ഒക്കെ പൊക്കി അവിടെ ഇരിപ്പുണ്ട്. എടാ, ഇതിങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പൊടിയൊക്കെ കയറില്ലേ? ആഹാ, കൊള്ളാം. തുറന്നു വെക്കാതെ പിന്നെ എങ്ങനെ എന്റെ സച്ചേട്ടാ ജോലി ചെയ്യുന്നതെന്ന് പറയാം അതിനകത്ത്. എടാ, എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ ജീവന തുല്യ സ്നേഹിച്ചിരുന്ന വണ്ടിയാ. പറഞ്ഞിട്ട് കാര്യമില്ലോ, അത് ഈ പരുവായി പോയില്ലേ. അല്ല, ഇനി എന്ത് തരാൻ പറ്റും? ഒരാഴ്ചയും കൂടെ പിടിക്കും. ഒരാഴ്ച? അതെ. അത് മാത്രല്ല, ഇതിന് കുറച്ച് സ്പെയർ പാർട്സും കൂടെ മേടിക്കാനുണ്ട്. ഇനിയും മേടിക്കണോ? അപ്പൊ കഴിഞ്ഞ ആഴ്ച ബാറ്ററിയൊക്കെ മേടിച്ചെന്നോ? അത് കഴിഞ്ഞ ആഴ്ച മേടിച്ച ബാറ്ററിയുടെ ഇതൊക്കെയല്ലേ. അത് മാത്രല്ല, ചെറിയ ചെറിയ കുറെ സാധനങ്ങളും മേടിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് അകത്തേക്ക് ഒരു ലിസ്റ്റും കൊണ്ടേ കൊടുക്കണം. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു, അല്ല ഇതിന് കുറെ പൈസ ആവൂലേ? ആ, പൈസയൊക്കെ ആവും. ഒരു 10-30,000 രൂപ. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? പിന്നീട് പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുക്കുകയാണ്. എന്ത് ചെയ്യാനാ? വാടക കൊടുക്കാനായിട്ട് വെച്ചിരുന്ന പൈസയാ കാറിന്റെ. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? ഇത് തന്നെ തരാം, അല്ലാതെ ഇപ്പൊ വേറെ നിർവാഹം ഉള്ളോ എന്ന് പറയാണ്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരാഴ്ച എന്ന് പറഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നിനക്കറിയാലോ. അല്ല, നിന്റെ കല്യാണം വല്ലതും കഴിഞ്ഞാണെന്ന് ചോദിക്കും. അത് ഈയിടെ കഴിഞ്ഞുള്ളൂ. എന്നാ നീ അനുഭവിക്കാൻ പോകുന്നുള്ളൂ. ഒരു കല്യാണം കഴിച്ചതിന്റെ പേരിലേ ഇപ്പൊ ഞാൻ ഇങ്ങനെ കിടന്ന് പെടാപ്പാട് പെടുന്ന അറിയാവോ? ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ കല്യാണം കഴിക്കില്ലെന്നാ ഞാൻ പറയുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല, പെട്ടുപോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി എന്ത് ചെയ്യുവാണ്? സച്ചി പൈസയും കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നീട് ലക്ഷ്മിയമ്മയെ ദേവും കൂടെ പൂമാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാല കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശരത്താണെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടതും ദേവ് പറഞ്ഞു, എടാ ശരത്തെ, നിനക്കൊന്നും പഠിക്കാല്ലേ? ഈ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് 2 വർഷം വായിച്ചു പഠിച്ച എന്താണ് കുഴപ്പം? എനിക്കൊന്നും പഠിക്കാല്ലെന്ന് പറയാം. ഓഹോ, അപ്പൊ നീ അല്ലേ പറഞ്ഞു നിനക്ക് അസൈൻമെന്റ് ഒക്കെ ഉണ്ടെന്ന്? എന്താ നിനക്കിപ്പോ ഒന്നും ഇല്ലേന്ന് ചോദിക്കാം. അതെ, എനിക്കിപ്പോ ഒന്നും ഇല്ലാന്ന് പറയാം. ഇത് കേട്ടത് ലക്ഷ്മിയമ്മ പറഞ്ഞു, ഇതേ ശരത്തെ, നീ ഉഴപ്പല് കേട്ടോടാ. ഇപ്പൊ തന്നെ ഇവളെ തന്നെ കണ്ടേ. പാവം ദേവു രാവിലെ കോളേജിലേക്ക് ഓട്ടം, പിന്നെ വൈകുന്നേരം വന്നിട്ട് എന്നെ സഹായിക്കല്. അല്ലെങ്കിൽ തന്നെ ഇവള് നന്നായിട്ട് കടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് നീയും കൂടെ ഉഴപ്പിയിട്ടുണ്ടേ അറിയാലോ. ഇത് കേട്ടപ്പോ ശരത്ത് പറഞ്ഞു, അമ്മ ഞാൻ ഉഴപ്പൊന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞാടാ മോനെ, ഈ വീടിന്റെ കഷ്ടപ്പാട് നന്നായിട്ട് അറിഞ്ഞു വേണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, രേവതിനെ വിവാഹം കഴിച്ചു വിട്ടെങ്കിലും അവളുടെ ജീവിതം ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത സങ്കടമാ. എന്തായി തീരും, എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പൊ നിങ്ങൾക്കൂടെ ഒരു ജോലിയും വരുമാനവും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ നല്ലൊരു ജീവിതം കിട്ടേണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയമ്മ ഉപദേശിക്കുക. ഈ സമയം ദേവ് പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? അമ്മ കുറെ കാലം കൂടെ ഇങ്ങനെ പൂവ് കെട്ടിയാൽ മതി. എന്താ? അല്ല, 1-2 വർഷം കഴിയുമ്പോൾ എന്റെ പഠിത്തം കഴിയും. അതുപോലെ തന്നെ ശരത്തിന്റെ. പിന്നെ എന്താ അമ്മയ്ക്ക് കുഴപ്പം? ഞങ്ങൾ രണ്ടും ജോലിക്ക് പോവില്ലേ? ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് വീട്ടിൽ ഇരുന്നാൽ മതി. അമ്മേനെ പിന്നെ ഞങ്ങള് മാല കെട്ടാനൊന്നും വിടത്തില്ല എന്ന് പറയാം. പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് പറ്റുന്നിടത്തോളം കാലം എഴുന്നേറ്റ് പറ്റുന്നിടത്തോളം കാലം ഞാൻ ക്ഷേത്രത്തിൽ പോയി മാല കെട്ടും. പിന്നെ വീണ്ടും കിടക്കുന്ന സമയത്ത് ഞാൻ അവിടെ കിടക്കും. അത്രേ ഉള്ളൂ. അത്രയും നാളും എനിക്ക് എന്റെ സ്വന്തം കാര്യങ്ങളങ്ങ് നോക്കാലോ. ആരെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുമല്ലോ. ഓ, അപ്പൊ ഞങ്ങളുടെ തലയിൽ കഴിയുന്ന അമ്മയ്ക്ക് ഇഷ്ടമില്ലല്ലേ എന്ന് ചോദിക്കണം. അതല്ല മോളെ, നമ്മൾ ആവതുള്ളിടത്തോളം കാലം നമ്മളെ മറ്റാരെ ആശ്രയിക്കാതെ നമ്മൾ ജീവിക്കണം. അതാ, നിങ്ങള് പഠിച്ച് നല്ലൊരു ജോലി മേടിക്കണം. അതിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരു പക്ഷെ രേവതി മോൾക്ക് പഠിത്തം ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ അവളെ പഠിപ്പിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, അവൾക്ക് ഇപ്പോൾ ഒരു ജോലി ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്ര കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു പറയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ട് വരുന്നത്. രേവതി വന്നപ്പോ ആഹാ, രണ്ടുപേരും കൂടെ എന്റെ കാര്യമാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കണേ. അതെ അതെ, മോളുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നത്. 100 ആയുസാന്ന് പറയണേ. ഇത് കേട്ടാൻ രേവതി പറഞ്ഞു, അതെ എനിക്ക് 100 ആയുസൊന്നും വേണ്ട. ഇപ്പൊ ഉള്ള ആയുസ് തന്നെ ധാരാളമാ. എങ്ങനെയെങ്കിലും ഈ ഉള്ള ജീവിതം ഒന്ന് ജീവിച്ച് തീർത്താൽ മതി എന്നുള്ളെന്ന് പറയാം. ഇത് കേട്ടത് ലക്ഷ്മിയമ്മ ഭയങ്കര സങ്കടത്തോടു കൂടി രേവതിനെ നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ആഴ്ച. ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.